അവർ ചാനൽ. SATPIN എന്ന ഗ്രൂപ്പിലുള്ള ലെറ്റർ ആണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എസ് എന്ന ലെറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എ എന്നുള്ള ലെറ്റർ ആണ് നമ്മളിപ്പോ അങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ കുഞ്ഞു മനസ്സിൽ എ എന്നുള്ള ലെറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളൊരു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പരമാവധി നമുക്കതൊരു ഫീൽ ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് അത് നല്ല ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ ആദ്യം നമ്മളൊരു ലെറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ആ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ഏത് ലെറ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? സ് എന്നുള്ള ലെറ്റർ. അധികം സ് എന്നുള്ള ലെറ്റർ എവിടെ കണ്ടാലും പിന്നെ മനസ്സിലാവോ? ആദ്യന്റെ ഡ്രസ്സിൽ സ് എന്നുള്ള ലെറ്റർ ഉണ്ടോന്ന് നോക്കോ? സൂപ്പർ. ഇനിയുണ്ടോ? ഇനിയുണ്ടോ നോക്കാം. നോക്ക്, നല്ല അവർക്ക് ഓർമ്മ ഉണ്ടായതുകൊണ്ടാണല്ലേ. ചെറിയ ലെറ്റർ ആണ് രണ്ടാമത്തെ ലെറ്റർ, അതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളോട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ചുറ്റുപാടുള്ള നമ്മുടെ യാത്രകളില് ഇപ്പൊ ബോർഡുകളൊക്കെ അങ്ങനെ കാണുമ്പോൾ, കുട്ടികളൊക്കെ നമ്മൾ എവിടെയെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ, ഒരു ടോയ്സുകളിലൊക്കെ ഈ ഒരു ലെറ്റർ കാണുമ്പോൾ അവർ പഠിച്ച ലെറ്ററിനെ കുറിച്ചുള്ള ബോധം നമുക്കാണ് ഉണ്ടാവേണ്ടത്. ആദ്യം ആ ഒരു ലെറ്റർ കുട്ടിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളും ആ ലെറ്റർ ഇങ്ങനെ കാണാൻ തുടങ്ങും. അപ്പൊ കുട്ടികളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓർമ്മിപ്പിക്കാനും ആ ലെറ്റർ ഏതാണെന്ന് അറിയോ അങ്ങനെയൊക്കെ ചോദിക്കാനും, അവർക്കും ആ ഒരു കണ്ടിട്ട് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ഒരു മൈൻഡ് വരാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഈ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പൊ ആദ്യമേ വേറൊരു പുതിയ ലെറ്റർ കൂടി പഠിപ്പിക്കാൻ പോവാണ്. അങ്ങനെ ആദ്യം ഇങ്ങനെ എന്ത് ചെയ്യും? ലെറ്ററുകളൊക്കെ ഓരോന്ന് പഠിച്ചിട്ട് ആദ്യം ഇങ്ങനെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ലെറ്ററും ആദ്യം മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ലെറ്റർ പഠിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഞാന് ഇപ്പൊ ഇവിടുന്ന് ഒരു ആന്റിനെ എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് കുട്ടികളെ പരമാവധി ആ ഒരു അവർക്കൊരു ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രസമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഇതെന്താ? വാട്ട് ഇസ് ദിസ്? ഉറുമ്പ്. ദിസ് ഇസ് ആൻ ആൻഡ്. ഇംഗ്ലീഷില് ഉറുമ്പിന് എന്താ പറയാ? ആൻഡ് എന്നാ പറയാ. അപ്പൊ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. ദിസ് ഇസ് ആൻ ആൻഡ്. ദിസ് ഇസ് ആൻ ആൻഡ്. ഈ ആൻഡ് ഉണ്ടല്ലോ, ഒരു ദിവസം ഈ ആൻഡ് ഇങ്ങനെ ആൻഡിന്റെ വീട്ടിലേക്ക് പാട്ടൊക്കെ പാടി ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടന്ന് പോവായിരുന്നു. അങ്ങനെ പോണ സമയത്ത് ആദ്യന്റെ ഈ അടുത്ത് കൂടിയാണ് പോണത്. അപ്പൊ ആദ്യം ഇങ്ങനെ ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ ആദ്യം ഇങ്ങനെ ഇരിക്കുമ്പോ ആദ്യന്റെ മുട്ട് ആദ്യം ഇങ്ങനെ ഒന്നും ശരിക്കും ഇങ്ങനെ ഇരുന്നു. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോ ആ ആൻഡ് ഉണ്ടല്ലോ, അങ്ങനെ അത് കടിച്ചതാണ്. അത് വിചാരിച്ച് ആദ്യം ഉപദ്രവിച്ചതാണോ എന്ന്. അപ്പൊ അത് കടിച്ചതാണ്. അപ്പൊ ആദ്യം ഒരു സൗണ്ട് ഉണ്ടാക്കിയില്ലേ? അതെന്ത് ശബ്ദാണ്? അപ്പൊ ഈ ആദ്യം ശബ്ദം ഉണ്ടാക്കിയില്ലേ? എന്നുള്ള ശബ്ദം ആദ്യം ഉണ്ടാക്കിയില്ലേ? ആ ശബ്ദം ഉള്ള ലെറ്ററാണിത്. ആദി. അപ്പൊ ഇനി പിന്നെ നമുക്ക് ആദ്യ ശബ്ദം തുടങ്ങുന്ന കുറച്ച് വേർഡ്സിൽ നോക്കിയാലോ? ആദി ആണല്ലേ? അദീന്നല്ലേ? പിന്നെ നമ്മുടെ വീട്ടില് ആ കൊണ്ട് പേരുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ആരാ? ഷാനു എന്നുള്ളതിന് സ് എന്നാണല്ലേ വരുന്നത്. ആ വരുന്ന ശബ്ദമല്ല ആരെങ്കിലും ഉണ്ടോ? ഇമ്മ. ഇമ്മ എന്ന് പറഞ്ഞ ഈ എന്നാണല്ലോ ഉള്ളത്. അബ്ബ. അബ്ബ എന്ന് പറയുമ്പോ എന്നുള്ള ശബ്ദമാണ് അല്ലെ. പിന്നെ നമ്മളെ വീട്ടിലെ അഫീനില്ലേ, ഫിനുക്കാക്കാന്റെ പേര് അഫീൻ എന്നാണ്. അപ്പൊ എന്നുള്ള ശബ്ദം. അപ്പൊ കൊണ്ടുള്ള കുറെ വേർഡ്സ്, കുറെ പേരുകളൊക്കെ നമ്മളെല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഈ ആന്റിന്റെ പറ്റിയിട്ട് ഒരു പാട്ടുണ്ട്. ഈ പാട്ട് പാടിയാലോ? ഞാനേ ഈ പാട്ട് പാടി തരട്ടെ. ഞാൻ ആന്റിനെ അവിടെ വെക്കട്ടെ. ആന്റി ഇങ്ങനെ ഇരിക്കണ്ട. ആന്റെ ആകെ പേടിച്ചിരിക്കണം. ഇല്ലേ? ആദ്യം ഒന്ന് പാടണം കേട്ടോ. അമ്മന്റെ കൂടെ അതിന് കൈമ വെക്കണം. ആന്റിനെ അമ്മയ്ക്ക് കൈമ തന്നെ ഇരുന്നോട്ടെ. സമയോ
and സമയം കോസിമി alarm. Wow, super. നമുക്ക് ഈ ഉറുമ്പിനെ വിട്ടാലോ? ഉറുമ്പ് കുറച്ച് ജീവനൊക്കെ കുറച്ച് പ്രശ്നം തോന്നുന്നുണ്ട്. പാവാണ്. പോയിക്കോടാ. പോണ്ട്. ഓക്കെ, പോണ്ടിട്ടാ. പൂ വേണം. എന്ത് പോണത്? എന്നിട്ടോ പോയി അതാ ഇന്ന് ശരിക്കും നുള്ളിയേക്കാം. ഇന്ന് ശരിക്കും പറയാൻ വേണ്ടിട്ട് എല്ലാരും പറയും എല്ലാരും ഈ ശബ്ദമാണ് പറയാ ആന്ന് അല്ലേ? ആ കൊണ്ട് തുടങ്ങുന്ന കുറച്ച് കുറച്ച് ചിത്രങ്ങൾ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഇതിന്റെയൊക്കെ പേര് പറഞ്ഞു നോക്കിയാലോ? ഇതെന്താണ്? ആൻഡ്. കണ്ടോ? പിന്നെ വാട്ട് ഇസ് ദിസ്? ആപ്പിൾ. ഇതെന്താ അറിയോ? അമ്പിന് ഇംഗ്ലീഷില് ആരോ. അപ്പൊ ആ കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ? ഓക്കെ, ഇതാണ് കേട്ടോ. An hits the apple with an arrow. ഈ ആൻഡ് ഉണ്ടല്ലോ, ഈ ആരോ എടുത്തിട്ടുണ്ടല്ലോ, ഈ ആപ്പിൾ ഉണ്ടല്ലോ അങ്ങോട്ട് ഹിറ്റ് ചെയ്തു. കുത്തി. ഞാനീ ഈ ആന്റെ മേലെ എന്ത് ഞാനീ നമുക്ക് ഈ പിന്നെ നമ്മള് ലെറ്റർ ഫോർമേഷനിലേക്ക് അടുക്കാണ്. ഈ ആന്റെ മേലെ കൂടെ അങ്ങനെ ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റുമോ കയ്യേറ്റ്? ഓക്കെ. ഇപ്പൊ നമ്മള് കുട്ടികളെ ഈ ഒരു ലെറ്റർ സ്മോൾ ലെറ്ററിലാണ് നമ്മൾ എഴുതിപ്പിക്കുക അല്ലെ? ഞാൻ ട്രയല് കുറച്ച് ഉപ്പ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ഉപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റും. അതൊന്ന് ചെയ്തോ. ആദ്യം ഒന്ന് എഴുതി തരാം. ഇങ്ങനെ ഇതൊന്ന് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതിന്റെ മേലെ കൂടെ കാണാൻ ഇത് ഭംഗിയില്ലേ? ഓക്കെ, സൂപ്പർ. ഈ ആദ്യക്ക് ഇനി നമുക്ക് 2-3 പ്രാവശ്യം ആദ്യമൊക്കെ അമ്മ എഴുതി തരും. പിന്നെ ആദ്യം സ്വന്തം ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇങ്ങനെ സ്വന്തം എഴുതണം. നമുക്ക് വീട്ടിലൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാൻ തരണ്ട കേട്ടോ. ഇതേപോലെ നമുക്ക് പിന്നെ അരി ഇട്ടുകൊടുക്കുക. മണലാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് പെട്ടെന്ന് അതിന്റെയും കയ്യിന് നന്നായിട്ട് ഫീൽ ചെയ്യും. കുട്ടികൾക്ക് എന്തും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു ഫിംഗേഴ്സിലുള്ള ആ ഒരു സെൻസർ അവരറിയും. അപ്പൊ അത് വളരെ നല്ലതാണ്. എനിക്ക് എന്റെ അഭിപ്രായത്തില് ഉപ്പിനെക്കാളും നല്ലത്, ഏറ്റവും നല്ലത് മണലാണ്. നമുക്ക് നാട്ടിൽ പോകുമ്പോഴേ കിട്ടുള്ളൂ. അവരെ നമ്മള് ഉപ്പേറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്താ പിന്നെ ക്ലാസ്സിന് ശേഷം നമുക്ക് നാട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ, അതിലേക്ക് ഒരു കഥ വായിക്കാം. ഓക്കെ. ആംബി വിച്ച് ആപ്പിൾ. ആംബി ആപ്പിയെ കടിച്ചു. എന്താ അറിയില്ല, വായിച്ചു നോക്കാം അല്ലേ? ഓക്കെ, ലെറ്റർ ആദ്യം പഠിച്ച ലെറ്റർ ആംബി ദ ആൻഡ് climbed up an apple tree. എന്താണ്? ആദ്യം പഠിച്ച ലെറ്റർ അല്ലേ? ഈ ആൻഡ് ഉണ്ടല്ലോ, അവനെ ഒരു ആപ്പിൾ ട്രീന്റെ മുകളിൽ കേറി. ഈ ആപ്പിൾ ഒന്നിനെ കണ്ടപ്പോ ആപ്പിള് തിന്നാനൊരു പൂതി നമുക്കുണ്ടാവില്ലേ? അങ്ങനെ ആപ്പിള് കണ്ടാലല്ലേ? അതേപോലെ അലിഗേറ്ററിനൊരു പൂതി. Happy the alligator hit the apple tree with an axe. അപ്പൊ അവിടെ ഒരു ആക്സ് ഉണ്ടായിരുന്നു. ആക്സ് എടുത്തിട്ട് ആപ്പിൾ ട്രീമല് അങ്ങോട്ട് വെട്ടി. കണ്ടോ? The apple tree shook. ആപ്പിൾ ട്രീ അങ്ങോട്ട് ഷുക്ക് ചെയ്ത് ആപ്പിൾ ട്രീ അങ്ങോട്ട് കുലുങ്ങി. ഈ ആംബി നല്ല ആന്റിന് അങ്ങോട്ട് മുഖം കുത്തിട്ടാ വീണത്. ഈ ആന്റിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ആന്റി എന്ത് ചെയ്തു? ആപ്പിന്റെ കാൽമൊക്കെ അങ്ങോട്ട് കേറി. എന്നിട്ട് അവളങ്ങോട്ട് കടിച്ചു. കാൽമ കടിച്ചു. Happy the alligator cried.
ഹാപ്പി ഹാഡ് ടു ഗോ ടു എ ഡോക്ടർ. ഓന് ഭയങ്കര പാവാണ്. അവന് വേദന ഒന്നും സഹിക്കാൻ പറ്റാത്ത ഒരു ആലിഗേറ്റർ ആയതുകൊണ്ട് ഓന് ആംബുലൻസ് ഓടുമ്പോ ഓൻ വിളിച്ച് പറയാണ് പറഞ്ഞിട്ടാണ് ആംബുലൻസ് ഓടുന്നത്. ആദ്യം പറഞ്ഞോക്കാം ഈ അലിഗേറ്റർ പറഞ്ഞ് ഓടുന്ന വന്നിട്ട് ഒന്ന് അഭിനയിച്ചേ, ഒന്ന് കാണിച്ചേ. കാല് പിടിച്ചിട്ടാണ് ഓടണത്. അതിന് കാല് പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. കാല് പിടിച്ചിട്ടാണ് അലിഗേറ്റർ ഓടുന്നത്. ഇത് കണ്ടോ, പോകുമ്പോഴൊക്കെ പറഞ്ഞിട്ട് ഇവിടൊക്കെ അപ്പൊ ആൻറ്റി ഇങ്ങനെ കഴിക്കണ്ടില്ലേ, അത്രക്കൊക്കെ വേദന ഉണ്ടാവുന്നൊന്നും ആൻറ്റി വിചാരിച്ചില്ല. ആൻറ്റി ഇത് ഇങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ ആൻറ്റി എന്ത് ചെയ്യാണ്, നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, ആനുള്ള പിന്നെ ഇത് കുറച്ച് ലെറ്റർ പഠിച്ചു. ശരി, നമ്മളെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എടുത്ത നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എടുത്ത പിന്നെ വർക്ക്ഷീറ്റ് ആണ്. ആൻഡ് എഴുതിയിട്ട് അതിന്റെ പിക്ചറിനോട് മാച്ച് ചെയ്യാന്, പിന്നെ ഇതും മാച്ച് ചെയ്യാൻ തന്നെയാണ്. ക്ലിയർ കുറവാണ്. ഇവിടെ ആന്നുള്ള ലെറ്ററിന് കളർ കൊടുക്കുക, ടിക്ക് ചെയ്യേ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതും അതുപോലെ തന്നെ മാച്ച് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ഈ ഒരു ലെറ്റർ നമുക്ക് ഈ ആപ്പിൾ എന്നുള്ളത് ലെറ്ററിന്, ഇതിന് ചിത്രത്തിന് ഈ അലിഗേറ്ററിന് കളർ കൊടുക്കാനും. അപ്പൊ നമുക്ക് എത്ര കുട്ടികൾക്ക് എത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു എടുത്തിട്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്ക് കൊടുക്കാം. പിന്നെ അതെല്ലാം ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് പ്രിന്റ് സെർച്ച് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ഈ കഥയും പാട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്തു ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നു, ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ മനസ്സിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലെറ്റർ നമുക്ക് അവരെ മനസ്സിൽ പതിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അടിമോനെ, ആദ്യം പഠിച്ച ലെറ്റർ ഈ ഡ്രസ്സിലുണ്ട്. ഒന്ന് നോക്കാം, അടി കാണുന്നുണ്ടോന്ന്. കണ്ടില്ല, നമ്മൾ ആദ്യക്ക് പിന്നെ സ്റ്റോറി, സോങ്, പിന്നെ കുറച്ച് പിക്ചേഴ്സ്, പിന്നെ വർക്ക്ഷീറ്റ്, പിന്നെ ലെറ്റർ ഫോർമേഷൻ, ഇത്തരം പിന്നെ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ അവരുടെ മനസ്സിൽ ഇങ്ങനെ പിന്നെ ഫിറ്റ് ചെയ്യാണ്. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നെ നമ്മളിങ്ങനെ അതിങ്ങനെ റിവൈസ് ചെയ്തുകൂടി കൂടെ കൊണ്ടുപോവാ. നമ്മളിങ്ങനെ ഓരോ ലെറ്റർ പഠിക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ അതിങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളങ്ങനെ വായിപ്പിക്കാനും തുടങ്ങും. അപ്പൊ വീണ്ടും അവരുടെ മനസ്സിൽ അതിങ്ങനെ മറക്കാത്ത രീതിയിൽ അവരുടെ മനസ്സിൽ നിൽക്കും കേട്ടോ. അപ്പൊ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു, നമ്മളെ കൂടെ ഫോളോ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സുമായിട്ട് വരാം. ഇതുവരേക്കും ബൈ.